മഴത്തോരു മുൻപേ എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റാൻലിയും അലീനയും തമ്മിൽ ഒരു ശീത സമരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുളത്തുപുഴയിലെ ബംഗ്ലാവിലെ സ്റ്റാൻലിയുടെ ദൂർത്തും പാചകക്കാരുടെ കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താൻ ഇനി മുതൽ പണിമുടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അലീന സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ താൻ ഇനിയും ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഭക്ഷണ ചെലവ് കുറച്ചുകൊണ്ട് സ്റ്റാൻലിയുടെ പാപത്തിന് പരിഹാരം ചെയ്യുക എന്നുള്ള തീരുമാനമാണ് താൻ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് അയാളുടെ മുഖത്ത് നോക്കി കൂസലില്ലാതെ അലീന പ്രഖ്യാപിച്ചു. ആ നിമിഷം മുതൽ സ്റ്റാൻലി വലിയ കലിപ്പിലാണ്. പുനലൂരിൽ നിന്നും ഔദക്കുട്ടിച്ചായൻ എത്തിയപ്പോൾ സ്റ്റാൻലി ഔദക്കുട്ടിച്ചായനോട് പറയുന്നുണ്ട്, അവള് എനിക്കെതിരെ വലിയ സമര പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പച്ചൻ അവളോട് പോയെന്ന് പറഞ്ഞേരെ, സ്റ്റാൻലിയെ മര്യാദ പഠിപ്പിക്കാൻ വെറുതെ നിൽക്കണ്ടെന്ന്. സ്റ്റാൻലിയുടെ സുപ്പീരിയേഴ്സ് നോക്കിയിട്ട് സ്റ്റാൻലിയെ പാഠം പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് അവള്. സ്റ്റാൻലി വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് ഔദക്കുട്ടിച്ചായന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിയുടെ ദേഷ്യം ഒന്ന് തണുക്കുവാൻ വേണ്ടി ഔദക്കുട്ടിച്ചായൻ സംസാരം അല്പസമയത്തേക്ക് നിർത്തിവെച്ചു. തുടർന്ന് അവിടെ സംഭവിക്കാൻ പോകുന്ന സംഗതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുവാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സകലത്തിലും ഉപരിയായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോയിലേക്ക് പോകാം. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഔദക്കുട്ടിച്ചായൻ എഴുന്നേറ്റു. അയാൾ കസേരയിൽ സ്റ്റാൻലിക്ക് അഭിമുഖമായി വന്നിരുന്നു. തുടർന്ന് ഒരു ഗ്ലാസ് എടുത്ത് സ്റ്റാൻലിയുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു. സ്റ്റാൻലി ഔദക്കുട്ടിച്ചായനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഔദക്കുട്ടിച്ചായൻ, ഒരെണ്ണം അങ്ങോട്ട് ഒഴിയടാ. നീ എന്താ വിചാരിക്കുന്നേ? എനിക്ക് ചിന്നമ്മയെ പേടിയാണെന്നോ? ഒരു തരിമ്പ് പോലും ഇല്ല. സ്റ്റാൻലി ഔദക്കുട്ടിച്ചായന്റെ ഗ്ലാസ്സിലേക്ക് വിസ്കി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ചേർക്കൽ ഔദക്കുട്ടിച്ചായൻ തന്നെ നടത്തി. സ്വതസിദ്ധമായ ശൈലിയിൽ ഒരൊറ്റ പിടുത്തത്തിന് ഗ്ലാസ് കാലിയാക്കുകയും ചെയ്തു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, അപ്പച്ചൻ എൻ്റെ അടുത്ത് സന്ധി സംഭാഷണത്തിന് വന്നതാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അയ്യോടാ, നിന്റെ അടുത്ത് സന്ധി സംഭാഷണം നടത്തുവാൻ നീ പാകിസ്ഥാൻ പട്ടാള മേധാവിയാണോ? ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ? അല്ലല്ലോ. മാത്രവുമല്ല, നിന്നോട് ഞാൻ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ ഇവിടെ ഒരുത്തി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഇടപെടരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് മധ്യസ്ഥന്മാരെ ഇഷ്ടമല്ല. എടാ, ഞാൻ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതാണെന്നാണോ നീ കരുതിയത്? എൻ്റെ പട്ടി വരും. ഈ ഒരു കാര്യത്തിൽ ഞാൻ അവളുടെ ശത്രുവാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. വാശിക്ക് നിന്നേക്കാൾ ഒട്ടും പുറകിലല്ല അവള്. നിന്റെ അല്ലേ മോള്, പിന്നെ എങ്ങനെ ശരിയാകാനാ? അപ്പച്ചൻ അവളോടൊന്ന് പറഞ്ഞേക്ക് വെറുതെ പട്ടിണി കിടന്ന് ആരോഗ്യം കളയണ്ടെന്ന്. ലാലിച്ച, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണ്ടെന്ന്. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുമെന്ന് നീ അപ്പോൾ ഓർക്കണമായിരുന്നു. വരും വരായികളെക്കുറിച്ച് നീ നല്ലതുപോലെ ആലോചിച്ചില്ല. ഇനിയിപ്പോ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്തു വഴി? അവളെ തിരിച്ചു കൊണ്ടുപോയി വിടുക. അവളുടെ അമ്മയുടെ വീട്ടുകാർ തന്നെ അവളെ നോക്കട്ടെ. അവർക്കല്ലേ നമ്മളെക്കാൾ ഉത്തരവാദിത്തം. ഇത്രയും പറഞ്ഞിട്ട് ഔദക്കുട്ടിച്ചായൻ ഇടം കണ്ണിട്ട് സ്റ്റാൻലി ഒന്ന് നോക്കി. ഉടൻ തന്നെ സ്റ്റാൻലി അസന്നിഗ്ധമായി പറഞ്ഞു, അങ്ങനെ ആരുടെയും ഔദാര്യത്തിന്റെ പങ്കു പറ്റേണ്ട ആവശ്യമൊന്നും എൻ്റെ മോൾക്കില്ല. അല്ല, അവർക്കും ഒരവകാശം ഉണ്ടല്ലോടാ ലാലിച്ച. എന്തോന്ന് അവകാശം ഉണ്ടെന്ന്? കൈക്കുഞ്ഞായിരുന്ന സമയത്ത് അവർ ഉപേക്ഷിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ മോൾക്ക് 23 വർഷക്കാലം ഓർഫനേജിൽ കഴിയേണ്ടി വന്നത്. അതോർത്താൽ എനിക്ക് അവരോടുള്ള വൈരാഗ്യം ഈ ജന്മത്ത് തീരില്ല. ബ്ലഡി ക്രൗണ്ടൽസ്. പക്ഷെ ലാലിച്ച, ഇപ്പോൾ അവരാണ് നിന്റെ മോളെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നത്. ഏയ്, അവരാണെന്നോ? അവരല്ല. ബാലചന്ദ്രമേനോൻ. അയാൾ ഒരു മാന്യനായ മനുഷ്യനായതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് തിരികെ കിട്ടി. എൻ്റെ മോളുടെ മേൽ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് തെളിയിക്കുവാനും എനിക്ക് പറ്റും. എന്ന് വെച്ച് അവൾ എന്ത് തോന്നിവാസം കാണിച്ചാലും നമ്മളത് സഹിക്കണം ലാലിച്ച. സംരക്ഷിക്കാനുള്ള അവകാശം നിനക്കുണ്ടെങ്കിൽ ശാസിക്കാനും ശിക്ഷിക്കുവാനുമുള്ള അവകാശവും നിനക്ക് തന്നെയുണ്ട്. അതൊക്കെ ശരിയാണ്. എന്നാലേ നീ അവളോട് പറ അവളുടെ ഉപവാസം നിർത്തിയേക്കാൻ. ഇവിടെ ഈ വക തോന്നിവാസം ഒന്നും നടപ്പില്ലെന്ന് മുഖത്ത് നോക്കി അങ്ങോട്ട് പറയണം. പക്ഷേ അപ്പച്ചാ, നമ്മൾ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവൾ ഇവിടുന്ന് പോയിക്കളഞ്ഞാലോ? അവൾക്ക് ഇവിടെ ഒരു ആത്മബന്ധമൊന്നും ഇല്ലല്ലോ. കണ്ടുമുട്ടിയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെന്ന് വെക്കണം. നിനക്ക് അവളോട് മാത്രം വലിയ ആത്മബന്ധമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇങ്ങോട്ടുള്ളതുപോലൊക്കെ തന്നെ അങ്ങോട്ടും മതിയടാ. അപ്പച്ചാ, രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മക്കൾക്ക് അപ്പനോട് സ്നേഹമുണ്ടാകണമെങ്കിൽ അപ്പൻ മക്കളെ സ്നേഹിക്കണം. എന്നാൽ മക്കൾ അപ്പനെ സ്നേഹിച്ചില്ലെങ്കിലും അപ്പന് മക്കളോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ ലാലിച്ച, നീ ഇത് വിട്ടുകൊടുക്കരുത്. അങ്ങനെ ഒരു പിടിവാശി അത് കൊള്ളില്ലല്ലോ ആർക്കും, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക്. അല്ല, അപ്പച്ചൻ വാസ്തവത്തിൽ എന്നെ കാണാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിപ്പോൾ? ഇന്നലെ ഇവിടുന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാൻ എന്താ പ്രത്യേകിച്ച് കാരണം? ചിന്നമ്മയോട് കൂട്ടുകൂടാൻ വേണ്ടിയല്ലേ? പിന്നെ എന്തിനാ അപ്പച്ച ഈ അഭിനയം? എടാ, ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്കൊരു പിന്തുണയ്ക്ക് വേണ്ടിയാ. അതറിയാവോ നിനക്ക്? നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ ലാലിച്ച.
ഹഹാ, അത് കൊള്ളാം. എനിക്കെന്തിനാ അപ്പച്ചൻ്റെ പിന്തുണ? ലാലിച്ച, എല്ലാവരും എല്ലാം അറിഞ്ഞു. പ്രീത്താമ്മ അഞ്ചലിൽ ചെന്നിട്ട് അവളുടെ കുടുംബക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി അലീനയുടെ കാര്യം ചർച്ച ചെയ്തു. ഇവിടെ ആറ്റം ബോംബ് ഇടുവാൻ പോലും അവരാലോചിക്കുന്നുണ്ട്. അതുകൂടാതെ അവർ നമ്മുടെ കൂട്ടക്കാരോടെല്ലാം വിളിച്ചു വിവരം പറയുകയും ചെയ്തു. ആൽബിയും റോബിയും കൂടി എന്നെ തിന്നാൻ വരികയാ. ഞാൻ നിനക്ക് വേണ്ടത്ര വളം വെച്ച് തന്നു അത്രേ. ഔസേപ്പച്ചൻ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ്റെ അട്ടഹാസം മാത്രം കേൾക്കേണ്ടി വന്നില്ല. എന്തിനാ അവന്മാർ അപ്പച്ചൻ്റെ മേൽ കുതിര കയറാൻ വന്നത്? അവരോട് ഇങ്ങോട്ട് വരാൻ പറയാൻ മേലായിരുന്നോ? എന്നോട് ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയാം. ഞാനത് അവന്മാരോട് പറഞ്ഞു. വീട്ടിൽ അവന്മാർ വലിയ പുലിയാ, പക്ഷേ തിണ്ണമെടുക്ക് കാണിക്കാനല്ലാതെ വേറെ എന്തിനെങ്കിലും അവന്മാരെ കൊള്ളാവോ? ആ, അത് പോട്ടെ. അപ്പച്ചൻ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുക. അതല്ലേടാ പറഞ്ഞു വരുന്നത്. എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇരച്ചു കയറി വന്നാൽ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നിനക്കൊരു പിൻബലം വേണ്ടേ? വേണ്ട വേണ്ട, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അവതക്കുട്ടിച്ചാൻ അത് കേട്ടുകൊണ്ട് എഴുന്നേറ്റു. 2 ചുവട് നടന്നിട്ട് അയാൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്. അവളോട് ഞാൻ എന്താണ് പറയേണ്ടത്? എന്തൊന്നു പറയാൻ? അപ്പച്ചനൊന്നും പറയണ്ട. വെറുതെ ഇടങ്കോലിടാതിരുന്നാൽ മാത്രം മതി. അവതക്കുട്ടിച്ചായൻ ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് അയാൾ അലീനയെ സമീപിച്ചു. എന്നിട്ട് പറയുകയാണ്, രക്ഷയില്ല മോളെ. എന്തുപറ്റി? കേണൽ സാബ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. എന്നോട് ഭയങ്കര ദേഷ്യ. ഞാൻ അവനെ എരികേറ്റി നോക്കി, നിന്നെ പോലൊരു അഹങ്കാരി പെണ്ണിനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുതെന്ന്. എന്നിട്ടും അവൻ പിടിതരുന്നില്ല. ഞാൻ നിന്റെ കക്ഷിയാണെന്ന് അവന് മനസ്സിലായല്ലോ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എൻ്റെ കളി എന്തെങ്കിലും അവൻ്റെ മുമ്പിൽ നടക്കുമോ? അപ്പോൾ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുമോ? അതെന്തായാലും ഇല്ല. പക്ഷേ ഈ ഉപവാസം അത് തുടരണോ മോളെ? ശരീരത്തിന് കേടല്ലേ? എൻ്റെ ശരീരം അല്പം കേടായാലും കുഴപ്പമില്ല വല്യപ്പച്ച. ഒരാളുടെ മനസ്സിൻ്റെ കേട് നീക്കാൻ വേണ്ടിയല്ലേ അത്. ഇതൊന്നും അവൻ കേൾക്കരുത്. വെറുതെ അവൻ ചീത്ത പറയും. അപ്പച്ച, ഒരു കാര്യം എനിക്ക് ഉറപ്പായി. പപ്പയും പപ്പയുടെ കുടുംബാംഗങ്ങളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വല്യപ്പച്ചന് അതേക്കുറിച്ച് വല്ലതും അറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല. അല്ല വല്യപ്പച്ച, പപ്പയുടെ ഭാര്യ എന്താ ഇങ്ങോട്ട് വരാത്തെ? അവള് ഭയങ്കര ഭക്തിക്കാരിയാ. എപ്പോഴും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അങ്ങ് നടപ്പാ. ഈ ആഴ്ച തിരുവല്ലയിലാണെങ്കിൽ അടുത്ത ആഴ്ച ഭരണങ്ങാനത്ത്, അതിൻ്റെ അടുത്ത ആഴ്ച. അപ്പോൾ കുട്ടികളുടെ കാര്യം ആര് നോക്കും? അതിന് റീത്തമ്മയുണ്ടല്ലോ. അല്ല, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർ 2 കൂട്ടരും അടുത്തടുത്താണ് താമസിക്കുന്നത്. ഒരൊറ്റ വളപ്പിലാണ് 2 വീടും. 2നും കൂടി ഒരു മതിലും ഗേറ്റും മാത്രം. ഓ, അത് ശരി. അല്ല, പപ്പയുടെ വൈഫിൻ്റെ പേരെന്താണ്? എൽസമ്മ. അവരെന്തിനാ വല്യപ്പച്ച അവിടെ പോയി താമസിക്കുന്നേ? ഇവിടെ അല്ലായിരുന്നു താമസിക്കേണ്ടത്? റീത്താമ്മയുടെ അടുത്ത് തന്നെ താമസിക്കണമെന്ന് എൽസമ്മയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെ അവൾ അവിടെ താമസം തുടങ്ങിയത്. ലാലിച്ചൻ അക്കാലത്ത് മിലിറ്ററിയിലാണ്. എൽസമ്മയുടെ കുടുംബക്കാരെല്ലാം അഞ്ചലിൽ തന്നെയാണ് താമസം. അവിടെ വീട് വെച്ച് താമസിച്ചാൽ സ്വന്തക്കാരുടെ ഒരു നോട്ടവും സഹായവും കിട്ടുമല്ലോ എന്ന് എല്ലാവരും കരുതി. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും കൂടെ നോക്കി. വല്യപ്പച്ച, ഈ മിലിറ്ററിയിലായിരുന്നപ്പോൾ പപ്പയ്ക്ക് ക്വാർട്ടേഴ്സ് കിട്ടില്ലായിരുന്നു കുടുംബസമേതം താമസിക്കാൻ? ആദ്യകാലത്ത് അവൻ എൽസമ്മയെ കൊണ്ടുപോയതാ. മൂത്തവൾ സ്കൂളിൽ പോകാറായപ്പോൾ അവൾ ഇങ്ങി പോന്നു. ഇവിടെ പഠിക്കാൻ സൗകര്യമൊന്നും പറഞ്ഞു. അതുമാത്രമാണോ കാര്യം? ആർക്കറിയാം. ലാലിച്ചനും എൽസമ്മയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൽസമ്മയ്ക്ക് റീത്താമ്മ പറയുന്നതായിരുന്നു വേദവാക്യം. അത് ശരി. അവരുടെ സ്വഭാവം എങ്ങനെയാ? പപ്പയുമായിട്ട് വഴക്കായിരുന്നു എപ്പോഴും? വഴക്കൊന്നുമില്ല. എന്നാലും അവളുടെ വീട്ടുകാരുടെ സഹായവും പിന്തുണയും മതി അവൾക്ക്. അവളുടെ പരാതിയും പരിഭവവും എല്ലാം സ്വന്തം വീട്ടുകാരോടാണ് പറയുന്നത്. അവർക്കാണെങ്കിൽ ലാലിച്ചനെ തീരെ പിടുത്തമല്ല. മക്കളെല്ലാം എൽസമ്മയുടെ കൂടെ അല്ലായിരുന്നു. അതുകൊണ്ട് അവർക്കും സ്വന്തം അപ്പനേക്കാൾ വലുത് എൽസമ്മയുടെ വീട്ടുകാരാ. അതങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ റീത്താമ്മ ചേച്ചിക്ക് ഭർത്താവും മക്കളും ഒന്നുമില്ലേ? റീത്താമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. മക്കളൊക്കെ ഉണ്ട്. പപ്പ എന്തുകൊണ്ട് അഞ്ചലിലെ വീട്ടിൽ പോയി താമസിക്കാത്തത്? അവൻ ഈ തോട്ടമൊക്കെ നോക്കണ്ടേ മോളെ? മാത്രവുമല്ല, അവൻ എൽസമ്മയുടെ വീട്ടുകാരുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തുമില്ല. അങ്ങനെയാണെങ്കിൽ പപ്പ എന്തുകൊണ്ടാണ് ഭാര്യയും മക്കളെയും ഇവിടെ കൊണ്ട് താമസിപ്പിക്കാത്തത്? കുട്ടികൾക്ക് ഇവിടുന്ന് അഞ്ചലിലോ പുനലൂരിലോ പോയി പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ബോർഡിങ്ങിലോ മറ്റോ താമസിച്ച് പഠിച്ചുകൂടെ? അത് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇവിടെ വന്ന് താമസിക്കാൻ എൽസമ്മയ്ക്കും കുട്ടികൾക്കും ഒട്ടും താല്പര്യമല്ല. അവർക്ക് പുളിക്കൽ തറവാട്ടുകാരോടാണ് കൂറ്. ലാലിച്ചൻ അതൊട്ടും വകവെച്ച് കൊടുക്കത്തുമില്ല. പപ്പ പറഞ്ഞാൽ അവരനുസരിക്കില്ലേ? അങ്ങനെ അനുസരിപ്പിച്ചിട്ട് എന്താ മോളെ കാര്യം? ഉള്ളുകൊണ്ടൊരടുപ്പം വേണ്ടേ? അതില്ലല്ലോ. അവർക്ക് സ്വന്തം വീട്ടുകാരോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവൻ കരുതി. ആ ബന്ധമൊക്കെ അങ്ങനെ തണുത്തങ്ങ് മരവിച്ചുപോയി. ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അപ്പോൾ പപ്പായ്ക്ക് ഈ സ്വന്തം മക്കളോട് സ്നേഹമൊന്നുമില്ലേ? അവൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ മോളെ? ഇങ്ങനെ അവൻ സ്നേഹിക്കുന്നത്. വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കും, പഠിപ്പിക്കും, അത്യാവശ്യമുള്ള പൈസയും കൊടുക്കും. അവനത് എങ്ങനെ ചെലവാക്കുന്നു എന്ന് പോലും അവൻ അന്വേഷിക്കാറില്ല. ഇങ്ങോട്ടുണ്ടെങ്കിലല്ലേ അങ്ങോട്ടും ഉള്ളൂ.
എൽസമ്മയും റീത്താമ്മയും അവരുടെ ചാർച്ചക്കാരും എല്ലാം ചേർന്ന ആ കുട്ടികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ലാലിച്ചൻ ഒരു ദുഷ്ടനും ക്രൂരനും സ്നേഹമില്ലാത്തവനുമൊക്കെയാണെന്നാണ്. ഇനി അതൊന്നും ആര് നോക്കിയാലും തിരുത്താനും പറ്റില്ല. ഷോ, ആ കുട്ടികൾ എങ്ങനെയുണ്ട് വല്യപ്പച്ച? മിടുക്കന്മാരാണോ? നന്നായിട്ട് പഠിക്കുവോ? ആ, ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ മോളെ, അമ്മയുടെ വീട്ടുകാരോടാ കൂറ്. മൂത്തവള് കോളേജിലാ, രണ്ടാമത്തവള് സ്കൂളിലും. അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? എന്തോ മാനസികമാ. പഠിക്കാനും ഒക്കെ പുറകോട്ടാ. ചിലപ്പോൾ ആരോടും ഒന്നും മിണ്ടത്തില്ല. ചില സമയത്ത് ചിരിയും കളിയും കൂടുതലാ. അതിനെന്തോ ചികിത്സയൊക്കെ റീത്താമ്മ ചെയ്യുന്നുണ്ടെന്നാ കേട്ടത്. പിന്നുള്ളത് ഒരു മോനാ, അവനും പഠിക്കുവാ. ഈ രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്തോ വല്യപ്പച്ച? അത് തെൽസ. പപ്പയ്ക്ക് ആ കുട്ടിയെ ചികിത്സിക്കുന്നതിലൊന്നും താല്പര്യമില്ലേ? സ്വന്തം മോളല്ലേ, എന്നെ പോലെ. ഉള്ളത് പറയാലോ മോളെ, ഭാര്യയും മക്കളുമെല്ലാം അവൻ്റെ പിടിവിട്ടുപോയി. വടംവലി നടത്താനൊന്നും അവന് താല്പര്യവുമില്ല. പിടിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കും, അത്ര തന്നെ. ഭാര്യയും മക്കളും വേണോ അതോ മനസമാധാനം വേണോ? ഈ ഒരവസ്ഥ വന്നപ്പോൾ അവൻ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. മനുഷ്യന് മനസമാധാനമല്ലേ മോളെ ഏറ്റവും വലുത്? അല്ല, എന്നാലും മറുവശത്ത് സ്വന്തം മക്കളല്ലേ വല്യപ്പച്ച? മോളെ, മക്കളായാലും മരങ്ങളായാലും ഒരു വശത്തോട്ട് ചാഞ്ഞു വളർന്നു പോയാൽ പിന്നെ പിടിച്ചു നേരെയാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അതും ശരിയാ. അല്ല, ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് ഇവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ലാലിച്ചൻ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് പിന്നെ ഇവിടെ തന്നെയാണ് താമസം. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പപ്പായ്ക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അവൻ നോക്കുമ്പോൾ തമ്മിൽ ഭേദം ഇതുതന്നെയായിരിക്കും. ഇങ്ങനെയാണോ വല്യപ്പച്ച ഒരാൾ ജീവിക്കേണ്ടത്? എപ്പോഴും കള്ളും കുടിച്ച് ചുരുട്ടും വലിച്ച് കുറെ പട്ടികളെയും താലോലിച്ച്? മോളെ, അവൻ പറയുന്നത് അവറ്റകൾ തിരിഞ്ഞു നിന്ന് കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യത്തില്ലെന്നാ. ഒരു കണക്കിന് അത് ശരിയല്ലേ? ഷോ, അല്ല, നിങ്ങളെല്ലാവരും കൂടി നോക്കിയാൽ ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ലായിരുന്നോ വല്യപ്പച്ച? വല്യപ്പച്ചൻ ഇത്രയും കാര്യവിവരമുള്ള ഒരാളല്ലേ? അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ലാലിച്ചൻ്റെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്നാണ് അവൻ്റെ കൽപ്പന. ആരെങ്കിലും ഉപദേശിക്കാൻ ചെല്ലുന്നത് അവന് ഇഷ്ടമല്ല. ഈ റീത്താമ്മയാണെങ്കിൽ അവന് കണ്ണെടുത്താൽ കണ്ടും കൂടാ. എൻ്റെ വല്യപ്പച്ച, സത്യം പറയാലോ, എനിക്കും അവരെ ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഞാൻ ചിന്തിക്കുന്നത് അവരെന്തിനാ ഈ പപ്പയുടെ ഭാര്യയെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അനുജത്തെയും ഭർത്താവും തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, അവരെ വേർപിരിക്കാൻ കൂട്ടുനിൽക്കുകയാണോ ആ സ്ത്രീ ചെയ്യേണ്ടത്? അവരെന്തിനാണ് ഈ പപ്പയുടെയും ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിലൊക്കെ തലയിടാൻ വരുന്നത്? എൻ്റെ മോളെ, അവർ നോക്കുമ്പോൾ ലാലിച്ചന് 100 കുറ്റങ്ങളാണ്. മദ്യപാനിയാണ്, പുകവലിക്കാരനാണ്, തന്നിഷ്ടക്കാരനാണ്, ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലാത്തവനാണ്. ഒരൊറ്റ നല്ല വാക്കുപോലും ലാലിച്ചനെ പറ്റി അവരുടെ വായിൽ നിന്ന് വീണ് കേൾക്കില്ല. അതൊക്കെ വെറുതെയാ. അങ്ങനെ സ്നേഹമില്ലാത്ത ആളാണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടും താമസിപ്പിക്കുമോ? അതും അവൻ്റെ ദുഷ്ടതരമായിട്ടാണല്ലോ ഇപ്പം എല്ലാവരും കൂടി കരുതി വെച്ചിരിക്കുന്നത്. ഈ മനുഷ്യരെല്ലാം എന്തിനാണ് ദൈവമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാനെന്നൊരു മനുഷ്യജീവി ഉണ്ടായിപ്പോയില്ലേ, അതും 10-24 വർഷം മുമ്പ്. അതിനുശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ലോകത്തുണ്ടായി. ഞാനൊരു പ്രതിഭയാണെങ്കിൽ തല്ലിപ്പൊളിച്ച് കളയാം. ബ്ലാക്ക് ബോർഡിൽ വരച്ചു വെച്ചൊരു പടമായിരുന്നുവെങ്കിൽ ഡസ്റ്റർ ഉപയോഗിച്ച് മായ്ച്ചങ്ങ് കളയായിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലല്ലോ. എന്നെ അങ്ങ് കൊന്നു കളഞ്ഞാലും 24 വർഷം മുമ്പ് ഞാൻ ജനിക്കുവാൻ കാരണമായ സംഭവങ്ങളെ ഇല്ലാതെയാക്കുവാൻ പറ്റുമോ? പിന്നെ എന്തിനാ ഈ വെറുപ്പും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് പറയുമ്പോൾ അലീന വികാരാധീനയായി. എൻ്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച് ആ സ്ത്രീ എന്നെ ഒന്ന് മോളെ എന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാൻ ആ മടിയിൽ ചെന്ന് വീഴുമല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ വെറുപ്പും ദേഷ്യവും ഒക്കെ അലിഞ്ഞു പോവല്ലോ. എൻ്റെ കുഞ്ഞെ, അതിനൊന്നുമുള്ള മനസ്സാർക്കും ഇല്ല. ഈ പറയുന്ന എനിക്ക് പോലും ഇല്ല. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ പല മനുഷ്യരാണ്. ചെകുത്താനുണ്ട്, മാലാഖമാരുണ്ട്, പണക്കൊതിയനുണ്ട്, പെൺകൊതിയനുണ്ട്, അഹങ്കാരിയുണ്ട്, തന്നിഷ്ടക്കാരനുണ്ട്, നീചനുണ്ട്, ക്രൂരനുണ്ട്, കൊലപാതകിയുണ്ട്. ഇതിലേതിനാണോ തീറ്റയും വെള്ളവും കൂടുതൽ കൊടുക്കുന്നത് അതങ്ങ് വളർന്ന് പന്തലിക്കും. ബാക്കിയുള്ളതൊക്കെ ഗ്രഹണി പിടിച്ചതുപോലെ മുരടിച്ചു പോവും. അപ്പോൾ വീണ്ടും അലീന പറയുകയാണ്, ഞാൻ എന്തായാലും എൻ്റെ സമരം നിർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു അടുക്കള ഭരണത്തിന് വേണ്ടി മാത്രമല്ല. പപ്പ ഇങ്ങനെ ചിതൽപ്പുറ്റ് പോലെ ഇരിക്കുമല്ലേ. ആരോടും അടുക്കുകയുമില്ല, ആരെയും അടുപ്പിക്കുകയുമില്ല. ഒരരികിൽ നിന്നും മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് പപ്പയുടെ തനി സ്വരൂപം അതൊന്ന് പുറത്തെടുക്കണ്ടേ? എവിടെയെങ്കിലും ഒരു കുഞ്ഞു വാതിൽ തുറന്നു കിട്ടിയാൽ മതി, ഞാൻ അതുവഴി അകത്ത് കയറും. എൻ്റെ മോളെ, നീ വിചാരിക്കുന്നത് പോലെ അതത്ര എളുപ്പമല്ല. അല്ല, എനിക്കറിയാം അതത്ര എളുപ്പമല്ല എന്ന്. എന്നാലും ശ്രമിച്ചു നോക്കാമല്ലോ. എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ എന്ത് സന്തോഷമോ വല്യപ്പച്ച. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മക്കൾക്ക് അപ്പൻ്റെ വില അറിയില്ല, അപ്പന് മക്കളുടെ വില അറിയില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വില അറിയില്ല. ഇതൊക്കെ കൺമുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒന്നും വില അറിയാത്തത്. ഇതൊന്നും ഇല്ലാതിരുന്നവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെയൊക്കെ വില നന്നായിട്ടറിയാം. ഇത്രയും പറഞ്ഞിട്ട് അലീന 2 നിമിഷം എന്തോ ഓർത്തിരുന്നു. തുടർന്ന് അവൾ പെട്ടെന്ന് കൈവെള്ളയിൽ നെറ്റി താങ്ങി തല കുനിച്ചിരുന്നു. അവതക്കുട്ടിച്ചായൻ താങ്ങാനാവാത്ത ഹൃദയഭാരത്തോടെ എഴുന്നേറ്റു. അവളുടെ മുഖത്ത് നോക്കുവാനുള്ള കരുത്ത് അയാൾക്കില്ലായിരുന്നു. അവതക്കുട്ടിച്ചായൻ മുറി വിട്ട് ഇടനാഴിയിലേക്ക് ഇറങ്ങി.
ചുവടുകൾ നിലത്തുറയ്ക്കുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് അയാൾ തൻ്റെ ഒരു കൈ പൊക്കി ചുവരിൽ പിടിച്ചു. 2 വ്യാഴവട്ടക്കാലത്തിൻ്റെ അപ്പുറത്തു നിന്നും ഔതക്കുട്ടിച്ചായൻ തൻ്റെ തന്നെ വാക്കുകൾ വീണ്ടും കേട്ടു. കൊണ്ടുപോയി കൊല്ലുകയോ വളർത്തുകയോ ഉപേക്ഷിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾക്ക് വേണ്ട. പെട്ടെന്ന് അയാൾ ഒരു കിതപ്പോടെ ചുമരിലേക്ക് ചാരി നിന്നു. തുടർന്ന് കാണുന്ന കാഴ്ച വാഷ് ബേസിനിൽ കൈ കഴുകി തുടച്ച് സ്റ്റാൻലി അത്താഴമേശക്കരികിൽ ഇടം പിടിച്ചു. ഔതക്കുട്ടിച്ചായൻ കൈ കഴുകാതെ തന്നെ വന്നിരുന്നു. പൗലോസ് ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുക, എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? അപ്പച്ചൻ കഴിക്കുന്നില്ലേ? ഞാനും ഉപവാസത്തിലാ. ഓഹോ, അവളുടെ കൂടെ കക്ഷി ചേർന്ന അപ്പച്ചനും എന്നെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? എടാ, നിന്നെ വെല്ലുവിളിക്കാൻ എൻ്റെ തലയ്ക്കകത്തെന്താ വട്ടുണ്ടോ? പിന്നെ അപ്പച്ചൻ ഉപവാസമാണെന്ന് പറഞ്ഞു. ഈ ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പുല്ലാണെന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ ലാലിച്ച? എന്നെപ്പോലെ ഇത്രയും പ്രായം ചെന്ന ഒരാൾക്ക് നിരാഹാരം ഇരിക്കാൻ പറ്റുമെങ്കിൽ അവളുടെ നിരാഹാരത്തിന് പിന്നെ എന്തു വിലയാ ഇവിടെ ഉള്ളത്? ഓ, അത് ശരി. അപ്പോൾ അലീന നിരാഹാരം ഇരിക്കുമ്പോഴെല്ലാം അപ്പച്ചന് നിരാഹാരം ഇരിക്കുവോ? പുഷ്പം പോലെ ഇരിക്കും, നീ നോക്കിക്കോ. എനിക്ക് അപ്പച്ചൻ്റെ തീരുമാനത്തിൽ സംശയമുണ്ട്. എടാ, സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഉപവാസത്തിൻ്റെ സുഖം ഒരുത്തി മാത്രം അങ്ങ് അനുഭവിച്ചാൽ പോരല്ലോ. നമുക്കെന്താ, കഴിക്കുവോ ഉപവസിച്ച? അത് കേട്ടുകൊണ്ട് അല്പം കടുത്ത ശബ്ദത്തിൽ സ്റ്റാൻലി പറയുക, ആ നടക്കട്ടെ നടക്കട്ടെ, ഇത് എവിടം വരെ പോകുമെന്ന് നമുക്കറിയാലോ. അത്രയും കേട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അലീനയും ഔതക്കുട്ടിച്ചായനും ഡൈനിങ് ടേബിളിൽ സന്നിഹിതരായി. ഭക്ഷണമേശയിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അലീന ഒരു ദോശയും അല്പം ചമ്മന്തിയും മാത്രമേ എടുത്തുള്ളൂ. അത് കണ്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അലീനയെ നിർബന്ധിച്ചുകൊണ്ട് പറയുകയാണ്, വയറ് നിറച്ച് കഴിക്കുമോളെ, ഇന്നലെ മുഴുവൻ പട്ടിണി കിടന്നതല്ലേ. അതിന് അലീനയുടെ മറുപടി, നാളെയും ഉപവാസം ഇരിക്കേണ്ടതല്ലേ വല്യപ്പച്ച? ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ മുൻപോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. യോ മോളെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ആദ്യ ദിവസമായതുകൊണ്ടാണ്. ഇത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. സ്റ്റാൻലി ആണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്ന മട്ടിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും അലീന ഉപവാസം അനുഷ്ഠിച്ചു. അവളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഉച്ചവരെ ഔതക്കുട്ടിച്ചായനും ഉപവസിച്ചു. ഉച്ചഭക്ഷണത്തിന് സ്റ്റാൻലിയോടൊപ്പം ഔതക്കുട്ടിച്ചായനും ഉണ്ടായിരുന്നു. സ്റ്റാൻലിയോട് ഔതക്കുട്ടി പറയുകയാണ്, ഉദ്ദേശിച്ചതുപോലെ അത്ര സുഖമൊന്നും അല്ല കേട്ടോ ലാലിച്ച ഈ ഉപവാസം എന്ന് പറയുന്നത്. വയറ് കാഞ്ഞിട്ടാണെങ്കിൽ ഇരിക്കാനും കിടക്കാനും വയ്യ. അവൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നോ ആവോ. സ്റ്റാൻലി മറുപടി ഒന്നും പറഞ്ഞില്ല. നീ അവളെ കൊണ്ടുപോയി തിരിച്ചു വിട്ടേക്ക് ലാലിച്ച. മര്യാദയ്ക്ക് വല്ല ഭക്ഷണവും കഴിച്ച് ജീവിക്കട്ടെ. 23 കൊല്ലം അനാഥാലയത്തിൽ പട്ടിണി കിടന്നിട്ട് ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ പട്ടിണി. നമ്മളെന്തിനാ ഈ പാപമെല്ലാം കൂടെ ചുമക്കുന്നത്? അത് കേട്ടുകൊണ്ട് അസ്വസ്ഥതയോടുകൂടി സ്റ്റാൻലി ചോദിക്കുകയാണ്, നമ്മളാരെങ്കിലും നിർബന്ധിച്ചോ അവളോട് നിരാഹാരം കിടക്കാൻ? അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ ലാലിച്ച? നീയുമായിട്ട് ഒത്തുപോകാൻ അവൾക്ക് ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ അങ്ങ് പുനലൂരിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല ലാലിച്ച. ഈ 3 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമേ അവൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നുള്ളത് നീ ഓർക്കണം. മുഖത്തോട്ട് നോക്കിയാൽ അറിയാം അതിൻ്റെ വാട്ടം. കണ്ണെല്ലാം കുഴിഞ്ഞ് കവളുമൊട്ടി ആകപ്പാടെ വിളറി വെളുത്ത് 3 ദിവസം കൊണ്ട് ആ കൊച്ചു കോലം കെട്ടുപോയി. അപ്പോൾ സ്റ്റാൻലി, അപ്പച്ചനൊരു കാര്യം ചെയ്യുക, ചോറുണ്ടിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അങ്ങ് പുനലൂർ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണി കാണുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ നിന്റെ ചോറ് തിന്നാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഒന്ന് പോടാവേ. ഇത് പറഞ്ഞിട്ട് ഔതക്കുട്ടിച്ചാൻ പ്ലേറ്റ് തള്ളി നീക്കിയിട്ട് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നാ വലിയ കേണലായത്? എടാ, എൻ്റെ മടി കിടന്ന് അപ്പിയിടുകയും മൂത്രം ഒഴിക്കുകയും ചെയ്തിട്ടുള്ളവനല്ലേ നീ? എന്നിട്ടിപ്പോൾ വലിയ വാചകടിക്കാൻ വന്നിരിക്കുന്നു. ഡൈനിങ് റൂം വിട്ടിറങ്ങുന്നതിന് മുൻപ് അയാൾ തിരിഞ്ഞു നിന്ന് ഒരു വാക്കുകൂടി പറഞ്ഞു, അതെ, ഈ നിമിഷം മുതൽ ഞാനും ചിന്നമ്മയും ഒറ്റക്കെട്ട. ഞങ്ങളെ തോൽപ്പിക്കാമെങ്കിൽ നീ ഒന്ന് തോൽപ്പിക്ക്, കാണട്ടെ. വൈകുന്നേരം സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ട് മുറിക്കുള്ളിലിരിക്കുമ്പോൾ അലീന പ്രാക്കൂടിനരികിലേക്ക് പോകുന്നത് അയാൾ ജനലിലൂടെ കണ്ടു. അയാൾ എഴുന്നേറ്റ് ജനാലയ്ക്കരികെ ചെന്ന് നോക്കി. അവൾ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. നായ്ക്കളിൽ ചിലതൊക്കെ അവളുടെ പിറകെയുണ്ട്. ലോണിൽ അവൾ നായ്ക്കളോടൊപ്പം അല്പസമയം ചിലവഴിച്ചു. അവളുടെ ചലനങ്ങൾ പതിവ് പോലെ അല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ആകെ ഒരു മന്ദത കാണാനുണ്ട്. ക്ഷീണിതയാണെന്ന് ഒറ്റ നോട്ടത്തിലേ അറിയാം. അലീന നീളൻ വരാന്തയിലേക്ക് വന്നിരുന്നു. തൂണിലേക്ക് ചാരി കാലും നീട്ടി തളർന്നുള്ളൊരിരിപ്പ്. രാത്രി അത്താഴത്തിന് മുൻപ് സ്റ്റാൻലി അലീനയുടെ മുറിയിലേക്ക് ചെന്നു അവളെ വിളിച്ചു. അലീന, എഴുന്നേറ്റ് വന്നേ. മൂടി പുതച്ച് കിടക്കുകയായിരുന്ന അലീന പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. സ്റ്റാൻലി ഡൈനിങ് റൂമിലേക്ക് അപ്പോഴേക്കും പോയി കഴിഞ്ഞു. പിന്നാലെ അലീനയും. അങ്ങോട്ടിരുന്നേ. സ്റ്റാൻലി കസേര ചൂണ്ടിക്കാട്ടി. അലീന ഇരുന്നു. ഔതക്കുട്ടിച്ചായനും ശബ്ദം കേട്ട് പെട്ടെന്ന് അവിടെ എത്തി. സ്റ്റാൻലി പൗലോസിനെ വിളിച്ചു. പൗലോസ് ഒരു കാസറോളുമായി ഊണുമേശക്കരികിലേക്ക് വന്നു. പൗലോസേ. ഓ, എന്താ സബ്? ഈ ഇരിക്കുന്നത് എൻ്റെ മകളാണ്.
ഇനി മുതൽ നീ ഇവൾ പറയുന്നത് പോലെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ട എന്നിവൾ പറഞ്ഞാൽ ഉണ്ടാക്കണ്ട, സദ്യ വെക്കണമെന്ന് പറഞ്ഞാൽ വെക്കണം. ഒരു കാര്യത്തിനും എൻ്റെ അടുത്ത് പരാതിയും പറഞ്ഞുകൊണ്ട് വരരുത്. അതായത് നിന്റെ മുൻപിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ എൻ്റെ മോള് പറയുന്നത് പോലെ ജോലി ചെയ്യുക, അല്ല എങ്കിൽ ഇട്ടിട്ട് പോവുക. എന്തു വേണമെന്ന് നീ തീരുമാനിച്ചോ. പൗലോസ് മുഖത്തടിയേറ്റതുപോലെ നിന്നുപോയി. ഔതക്കുട്ടിച്ചായന് അത് നന്നായിട്ട് ബോധിച്ചു. അപ്പോൾ സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടാ പൗലോസേ. മുതലാളി, ഞാൻ ഇത്രയും നാളും ഒരു കുഴപ്പവും കാണിക്കാതെ സമ്മതിച്ചടാ, സമ്മതിച്ചു. നീ നന്നായിട്ട് ജോലി ചെയ്തു. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണം. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്. പൊയ്ക്കോ. പൗലോസ് തിരികെ അടുക്കളയിലേക്ക് പോയി. സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, തൃപ്തിയായില്ലേ നിനക്ക്? അലീനയുടെ മിഴികളിൽ നനവ് പടർന്നു. താങ്ക് യു പപ്പ. അപ്പോൾ സ്റ്റാൻലി ഒരു പ്ലേറ്റ് എടുത്ത് അവളുടെ മുൻപിലേക്ക് വെച്ച് അതിലേക്ക് ചപ്പാത്തിയും ചോറും കറികളും കോരിയിട്ടു. എന്നിട്ട് പറയുകയാണ്, ഇനി നിനക്ക് നിന്റെ സമരം അവസാനിപ്പിക്കാം. അലീന എഴുന്നേറ്റ് സ്റ്റാൻലി ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് അയാളുടെ ഇടത് കൈത്തലം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, പപ്പ സോറി. അത് കണ്ടുകൊണ്ട് ഗൗരവം വിടാതെ നെറ്റി ചുളിച്ചു നോക്കിക്കൊണ്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ ഒരു സോറി? പപ്പയ്ക്കെതിരെ സമരം ചെയ്തതിന്. അത് ശരി, അപ്പോൾ സമരം തന്നെ ആയിരുന്നു അല്ലേ? സോറി പപ്പ, സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. പോയിരുന്ന് കഴിക്കാൻ നോക്ക്. അപ്പോൾ പിന്നെയും അലീന പറയുകയാണ്, പപ്പ എനിക്ക് എന്തെങ്കിലും എടുത്ത് തന്നിട്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ. സ്റ്റാൻലി ഫോർക്കെടുത്ത് അതുപയോഗിച്ച് ഓംലറ്റിൻ്റെ ഒരു പീസ് കോർത്തെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീന ഫോർക്ക് പിടിച്ചു വാങ്ങി പ്ലേറ്റിൽ വെച്ചു. എന്നിട്ട് പറയുക, കൈകൊണ്ടെടുത്ത് താ പപ്പ. ഒരപ്പൻ മകൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തരുന്നതല്ലേ. സ്റ്റാൻലിക്ക് അല്പം കുറച്ചിൽ തോന്നിയെങ്കിലും അയാൾ അനുസരിച്ചു. കൈകൊണ്ട് ഓംലറ്റിൻ്റെ ഒരു കഷ്ണം എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീനെ ആ കൈ പിടിച്ച് തൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. അയാളുടെ വിരലുകൾക്കിടയിൽ നിന്നും മെല്ലെ അത് കടിച്ചെടുത്തു. അതുപോലൊരു കഷ്ണം അവൾ കൈകൊണ്ടെടുത്ത് സ്റ്റാൻലിയുടെ വായ്ക്ക് നേരെ നീട്ടി. പപ്പയുടെ മോള് ആദ്യമായിട്ട് തരുന്നതല്ലേ. അയാളൊരു കുഞ്ഞിനെ പോലെ വായി തുറന്നു. താൻ ചെറുതായിപ്പോയി എന്ന് സ്റ്റാൻലിക്ക് തോന്നി. അലീന അയാളുടെ ഇടതുകരം കവിളത്തേക്ക് ചേർത്ത് കൈവെള്ളയിൽ മൃദുവായി ഉമ്മ വെച്ചു. എന്നിട്ട് പറയുകയാണ്, താങ്ക് യു പപ്പ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സ്റ്റാൻലി ജാള്യതയിൽ കുതിർന്നങ്ങിരുന്നു പോയി. എങ്കിലും ഇതുവരെ അറിയാത്ത, അനുഭവിക്കാത്ത ഒരു സ്നേഹത്തിൻ്റെ സ്പർശവും സുഗന്ധവും അയാൾക്ക് അനുഭവപ്പെട്ടു. ഔതക്കുട്ടിച്ചായൻ അനിർവചനീയമായ ഒരു ആനന്ദത്തോടെ എല്ലാം കണ്ടുകൊണ്ട് ഊണുമേശയ്ക്കരികിൽ നിന്നു.